ഹലോ ഗൈസ്, നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. വെള്ളിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് പറഞ്ഞ് ഇന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ കൂടെ അങ്ങ് നിന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ നുറുക്കിയ ബീഫിനെ കുക്കറിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൽ സവാള ചതച്ച ഇഞ്ചി, പിന്നെ ഇത്തിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. പിന്നെ നാരങ്ങാനീര് ഒഴിക്കും കേട്ടോ. ഇതൊരു പുതിയ ടെക്നോളജിയാണേ. ചില സമയങ്ങളിൽ പ്രഷർ റിലീസ് ആകുമ്പോഴത്തേക്ക് ബീഫിൻ്റെ വെള്ളമൊക്കെ കൂടെ ചിലപ്പോൾ പുറത്തേക്ക് ചീറ്റ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ ഒക്കെ ഇങ്ങനെ സൈഡിലൊക്കെ പൊത്തി വെച്ചേക്കണം. അതൊരു പുതിയ ടെക്നോളജിയാണ്. അറിയില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. എടുത്ത് നോക്കിയപ്പോൾ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുള്ളി മൂപ്പായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സവാള ഇടും. തേങ്ങാക്കൊത്ത് കുറവാണ്, നമ്മൾ പുറത്ത് കിട്ടുന്നത്. ഇടാനുള്ള സാധനങ്ങൾ ഇരിക്കണുണ്ടോ? വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക് അരിഞ്ഞത്. പെപ്പർ ഇത് മൊത്തം പെപ്പർ പൗഡറാണ്. പെപ്പർ ബീഫാണ് നമ്മൾ ഉണ്ടാക്കണം. പെപ്പർ ബീഫ് മസാലപ്പൊടി അല്ല, ചിരിച്ചോ, പക്ഷെ അമ്മാതിരി ചിരിക്കരുത്. ഗരം മസാല ഇടും, ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സാക്കി സെറ്റാക്കിയിട്ട് വേണം ബീഫ് തിളയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബീഫ് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഇട്ട് ഇനി കുറച്ച് നേരം അങ്ങോട്ട് മിക്സാക്കി സെറ്റാക്കി എടുക്കണം. അവിടെ പെപ്പർ ബീഫ് റെഡിയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് പറ്റിച്ചെടുക്കണം. വെള്ളം പറ്റിച്ച് കുറച്ച് ഡ്രൈ ആക്കി എടുക്കാനുള്ള പരിപാടിയില്ല. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയി. ഇനി ഞങ്ങൾ കുറച്ച് മല്ലിയിലയൊക്കെ ബെതറി അതിനൊന്ന് ഗാർണിഷ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആക്കാം, പക്ഷേ ഇപ്പോൾ അത് മതി. ഇപ്പോൾ വിശക്കനുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മുടെ ബ്രെഡും ബീഫും